തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ആൾക്കാർ കുറ്റം പറയുന്നു, കുറേ സങ്കടം, കുറേ വിഷമം, കുറേ പ്രശ്നങ്ങൾ. വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, സമ്പാദിച്ചതൊക്കെ എവിടെയൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെ അങ്ങ് പോയി. എന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയിട്ടില്ല, എൻ്റെ കരിയർ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. എന്നെക്കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എത്ര വർഷം. നമ്മൾ ഒരിക്കൽ അവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ചെയ്യും, ഉറപ്പാണ്. ഒരിക്കലും നമ്മൾ വിവാഹം കഴിച്ചിട്ട് സെപ്പറേറ്റഡ് ആയി നമ്മൾ ഡിവോഴ്സ് ആവാന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഒട്ടും നമുക്ക് സന്തോഷവും സുഖം തരുന്ന ഒരു സാധനമല്ല. എനിക്ക് കോടതിയിൽ പോവേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുക. അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുന്ന രീതിയുണ്ട്. സീരിയൽ നടി ഇവള് കോടതിയിൽ വന്നു, അപ്പൊ വേറെ എന്തോ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ വിവാഹം കഴിക്കരുതെന്ന്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയമായി. ഇപ്പോ വിവാഹം എന്നൊരു സാധനത്തിനോട് അല്ലെ ആ ഒരു കോൺസെപ്റ്റിനോട് ഒരു ഭയം വന്നു. ഇപ്പോ ഭയമാണ് എനിക്ക് മീഡിയയിൽ വരുന്ന വാർത്തകളെക്കാൾ കൂടുതൽ എനിക്ക് ദേഷ്യവും അമർഷവും വെറുപ്പും സങ്കടവും കരഞ്ഞിട്ടുള്ളത് അതിന് താഴെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്താണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച നമ്മൾ സ്വപ്നം കണ്ട ഒന്നും നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം കിട്ടൂല. എനിക്കൊരു 12 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് അറിയാം? വേണ്ട, അങ്ങനെ ആരെയും ഒന്നും പറയിപ്പിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ലൈഫിൽ Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. വഞ്ചന തന്നിട്ടുള്ള അല്ലെങ്കിൽ ചതി തന്നിട്ടുള്ള ഒരാളോട് ക്ഷമിക്കാൻ പറ്റാറുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമിക്കാൻ മീൻസ് ഞാൻ പിന്നെ അവരുടെ അടുത്തേക്ക് പോവൂല, അവരെ ദ്രോഹിക്കാനേ പോവില്ല, എന്റെ ലൈഫിലേക്ക് ഞാൻ എടുക്കൂല. പക്ഷെ ഞാൻ അവരെന്റെ അടുത്ത് ഒന്ന് സോറി പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മറക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ആരും ചെയ്യരുത്. കാരണം നമ്മൾ ഒരിക്കൽ അവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ചെയ്യും, ഉറപ്പാണ്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആരുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചോ, ഞാനത് അറിഞ്ഞു എന്ന് വെച്ചോ, ഞാൻ അവരുടെ അടുത്ത് പിന്നെ ഞാൻ ആ വഴിക്ക് പോകില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോലും ശരി അവനും ഞാൻ തിരിച്ചൊരു പണി കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ അവരുടെ പിന്നാലെ പോകുന്ന ഒരാളെ അല്ല. അത് എന്തേലും പറഞ്ഞ് പോട്ടെ പണ്ടാറടങ്ങാൻ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന ഒരാളാണ്. പക്ഷെ പിന്നെ അവരെൻ്റെ അടുത്തൊന്നും വേണം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവരുടെ അടുത്ത് ശത്രുതയൊന്നും വെക്കൂല. എനിക്ക് വേണ്ട, നിങ്ങൾ അങ്ങനെ നിന്നോ, പക്ഷെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അതിന് ആ വഴിക്ക് അങ്ങ് വിടും ഞാൻ. അല്ല, ചതിച്ചവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ടുണ്ടോ? സെക്കൻഡ് ചാൻസ് കൊടുക്കൂല. അത് ഒരിക്കലും അവരോടുള്ള ശത്രുത കൊണ്ടല്ല, ഭയം, പേടി വരും. എനിക്ക് പേടി വരും. അത് ആ ഒരു സാധനം എന്നെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കറിയാം. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് എനിക്ക് തീരെ പറ്റാതെ ഇനി ഒരിക്കലും പറ്റില്ല, 1% പോലും, ഒരു 0.1% പോലും പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഞാനത് വിട്ടുപോകുള്ളൂ. അതുവരെ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി പട്ടി പോലെ കിടക്കും. ഞാനത് വിട്ടുപോകുന്ന ഒരാളല്ല. പക്ഷെ തീരെ ഞാൻ പോയാ വെച്ചോ, ഇനി എനിക്കത് പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് വിചാരിച്ചാൽ ആ ഒരു ഞാൻ അത്ര ചിന്തിക്കും, പോണോ ഇത് വേണ്ടാന്ന് വെക്കണോന്ന് വെച്ചാൽ ഞാൻ അത്രയും അതിൻ്റെ നല്ലതും മോശവും ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ തിരിച്ചു പോകില്ല. പക്ഷേ ഈ ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം ഇതിനൊരു ലീഗാലിറ്റിയും കൂടി ഇൻവോൾവ് ആണല്ലോ. ഇത് വളരെ ടാസ്ക് പിടിച്ചൊരു കാര്യമാണെന്നും കൂടി കേട്ടിട്ടുണ്ട്. എളുപ്പമേ അല്ല, ഇതിന്റെ പല സെഷൻസും കാര്യങ്ങളും എന്നുള്ളത്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യം, സമാധാനമുണ്ട്. അപ്പം എങ്ങനെ ഇപ്പോൾ ഒരു ആള് ഞാൻ ഇതിനെ ലീഗലി ഞാൻ സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിക്കുകയാണ് അപ്സര എന്നൊക്കെ അപ്സര അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അപ്സര ഇതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയെ എങ്ങനെയാ അവരോട് പറയുക? ഒരിക്കലും നമ്മൾ വിവാഹം കഴിച്ചിട്ട് സെപ്പറേറ്റഡ് ആയി നമ്മൾ ഡിവോഴ്സ് ആവാന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഒട്ടും നമുക്ക് സന്തോഷവും സുഖം തരുന്ന ഒരു സാധനമല്ല. നമ്മൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഭീകര, ഇപ്പൊ റീസെന്റ് ആയിട്ട് പോലും എനിക്കൊരു ഒരു കാര്യത്തിന് എനിക്ക് കോടതിയിൽ പോവേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുക,
ഇവരെന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇവർക്കറിയില്ല ഞാൻ പോയ റീസൺ എന്താ. ചിലപ്പം എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരാൾക്കെതിരെ ചെറിയൊരു കേസിനാണ് പോയതായിരിക്കും, ഓട്ടോ. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുന്ന രീതിയുണ്ട്. സീരിയൽ നടി ഇവള് കോടതിയിൽ വന്നു, അപ്പൊ വേറെ എന്തോ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പൊ ഒരു കോടതിയിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ തിരിച്ചു പറയേണ്ടി വരുന്ന മറുപടികള്, നമ്മൾ ഫേസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പൈസ, വിഷമം, ഇമോഷൻസ്, നമ്മൾ എത്രയോ കാലം നമ്മുടെ സ്വന്തം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാര് നമ്മുടെ മുമ്പിൽ ശത്രുക്കളെ പോലെ ഇരിക്കുന്നത്. അതൊക്കെ എന്നുവെച്ചാ ഞാൻ നല്ല ഉർവശി മാമിന് ഇന്റർവ്യൂ എടുക്കുകയായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും അവരും കുറെ നേരം സംസാരിച്ച കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണത്തിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഉണ്ടല്ലോ, അതായത് താലി കെട്ടി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം ഒരു ചടങ്ങായി നടത്തുന്ന ആ കാര്യത്തിനോടുള്ള ഒരു ഇത് പോയിട്ട് ഒരു കമ്പാനിയൻ വേണം. ആ കമ്പാനിയൻഷിപ്പ് മാത്രം മതി. അതായത് കല്യാണം എന്ന് പറഞ്ഞാൽ ടാഗ് ചെയ്യാൻ ഒഫീഷ്യൽ പരിപാടിയാക്കാൻ ഉണ്ടാവില്ല, ഒരാൾ വേണം. പക്ഷെ ഈ പറഞ്ഞ പരമ്പരാഗത കാര്യത്തിനോടൊരു വിയോജിപ്പുണ്ട്. അങ്ങനെ വെച്ചാൽ കൈൻഡ് ഓഫ് ലിവിങ് റിലേഷൻഷിപ്പ് തന്നെയാണ്, പക്ഷെ അതിന് കുറച്ചും കൂടി വിശ്വാസവും അടുപ്പവും ഒക്കെ അതിൽ ചേർക്കുന്നുണ്ട്. കല്യാണം മാറി ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുമോ ഭാവിയിൽ? അങ്ങനെ തോന്നുന്നുണ്ടോ അപ്സരയ്ക്ക്? എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ വിവാഹം കഴിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും കഴിക്കരുത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആരെയും പക്ഷെ നമ്മൾ കുറച്ചാൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് അവരെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയാസ് അറിയും, നമ്മുടെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, അല്ലെങ്കിൽ എല്ലാവരെയും. അതിന്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിലും സുഖത്തിലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്കൊരു കമ്പാനിയൻ നമുക്ക് വേണം. പക്ഷെ അത് നമ്മളെ ലോകം എല്ലാവരെയും അറിയിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നാളൊരു പർട്ടിക്കുലർ മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ ഇത് പറ്റുന്നില്ല എന്നൊരു സംഭവം വരുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ നമ്മളെ നമുക്ക് ഒരു ഫ്രീഡം, നമ്മളപ്പം സ്ട്രഗിൾ ചെയ്ത് സങ്കടപ്പെട്ട് തീരെ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ പണ്ടത്തെ കാലത്താട്ടെ. ഇപ്പൊ പിള്ളേര് കുറച്ചും കൂടി, ഇൻക്ലൂഡിങ് മീ, കുറച്ചും കൂടിയൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞു വിട്ടെ, നമുക്ക് നമ്മുടെ ഒരു സമാധാനം വേണമെന്ന് വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പണ്ടത്തെ വെച്ചാൽ ഇതിൽ നിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമൂഹം നമ്മളെ കൊല്ലും എന്ന് ഭയം കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേര് കുറെ മാറി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയമായി ഇപ്പോ വിവാഹം എന്നൊരു സാധനത്തിനോട്, അല്ലെ ആ ഒരു കോൺസെപ്റ്റിനോട് ഒരു ഭയം വന്നു. ഇപ്പോ ഭയമാണ് എനിക്ക്. കാരണം ഞാൻ അതിൽ നേരിടേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ എനിക്കിന്റെ ലൈഫിൽ ഇപ്പം ഇനിയുള്ള പിള്ളേരോടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോ. പക്ഷെ ഒരിക്കലും അത് ലോകത്തെ എല്ലാവരെയും അറിയിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യരുത്. കാരണം എപ്പോഴും മനുഷ്യന്മാരാണ്, മാറാം, ഉറപ്പായിട്ടും മാറാം. അപ്പൊ അങ്ങനെ ഒരു മാറാം നിങ്ങൾക്ക് അത് വേണ്ടാന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ, ട്രോമ മീൻസ് നമ്മൾ രണ്ടുപേരുടെക്കാൾ അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ഒരു ട്രോമയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ ആലോചിച്ചൊരു കാര്യം, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണം നടക്കാന്ന് വെച്ചാൽ ഒരു 50 ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 10 ആൾക്കാർ മാത്രമേ ഡിവോഴ്സ് ആയി പോയിട്ടുണ്ടായിരിക്കും. അത് നോർമൽ ആൾക്കാരും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് മീഡിയയിൽ പബ്ലിസിറ്റിയിൽ വരുന്നു. ഇതെന്താ വെച്ചാൽ വിഷ്ണു ഏതും നോക്കും, ഏതൊരു ആർട്ടിസ്റ്റാണ് ഇന്നും സക്സസ് ആയിട്ട് വർഷങ്ങളധികം ജീവിച്ച് നന്നായി പോകുന്ന ഒരു ആർട്ടിസ്റ്റ് പോലും അന്ന് കല്യാണത്തിനടിയിൽ ഒരു പോസ്റ്റിന് താഴെ അവർക്ക് വരുന്ന കമന്റുകളിൽ ഇത് എത്ര കാലം പോകുന്ന കാണാം, ഇത് ഉടനെ 2 വർഷം നയിക്കില്ല. എന്തിനാണ്? എനിക്ക് മീഡിയയിൽ വരുന്ന വാർത്തകളെക്കാൾ കൂടുതൽ എനിക്ക് ദേഷ്യവും അമർഷവും വെറുപ്പും സങ്കടവും കരഞ്ഞിട്ടുള്ളത് അതിന് താഴെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ മീൻസ് അവര് ചിലപ്പോൾ അവർക്ക് ഈ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ അവരെ കുറിച്ച് അവർ സ്ഥാപിക്കുകയാണ്, നീ അങ്ങനെയാണ്, നീ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നീ നാളെ അങ്ങനെ ആവും, നീ എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ തന്നെ ആരെങ്കിലും എനിക്ക് എതിരെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ന്യൂസുകൾ വരുമ്പോൾ ഞാൻ കമന്റ് നോക്കാത്ത ഒരാളാണ്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കള്, ഭയങ്കര സ്നേഹമുള്ള സുഹൃത്തുക്കളുണ്ട്, ഈ കമന്റ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന സാധനങ്ങൾ പോലും ഇവരിതെടുത്തിട്ട് നീ കണ്ടാന്ന് വെച്ചാൽ അയച്ചു തരും. ഇവർക്ക് എന്നെ അറിയില്ല, എന്റെ ക്യാരക്ടർ അറിയില്ല, ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെ കുറിച്ച് അറിയില്ല, ഞാൻ കരഞ്ഞതിനെ കുറിച്ച് അറിഞ്ഞില്ല, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ട്രോമാസിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. പിന്നെ എന്ത് ബേസിലാണ് ഇവർ ഈ ഒരു കമന്റ് ഇട്ടതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നു വെച്ചോ, ചിലപ്പോൾ സത്യം ഉണ്ടാവുമായിരിക്കാം, കള്ളം ഉണ്ടാവുമായിരിക്കാം. ഇപ്പൊ ഞാനും കാണും, മീഡിയയിൽ വരുമ്പോൾ ഞാൻ കാണും.
പക്ഷെ ഇവനൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് അങ്ങനെ ജഡ്ജ് ചെയ്ത് കമന്റ് ഇടാൻ ഞാൻ ആരാ? എനിക്ക് വിഷ്ണുവിനെ കുറിച്ച് എന്തറിയാം? ഇപ്പൊ മീഡിയയിൽ വരുന്ന എല്ലാ ന്യൂസ്, എനിക്ക് വിഷ്ണുവിനെ കുറിച്ച് ന്യൂസ് പറഞ്ഞൂടെ? ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്റെ ഫോൺ നമുക്കൊരു ഫോണും ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞു, നമുക്ക് ഫോണും ഉണ്ട്, നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കുറിച്ച് എന്തും പറയാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. ഇപ്പൊ വിഷ്ണു ഞാൻ ഇങ്ങനെ സംസാരിക്കാം, എനിക്ക് വേണമെങ്കിൽ തൊട്ട് താഴെ ഇറങ്ങി വിഷ്ണു എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ എടുത്ത് ലൈവ് ഇട്ടൂടെ? പക്ഷെ അതല്ലാതെ തെളിയിക്കാൻ വിഷ്ണു അനുഭവിക്കാൻ. ഇതിപ്പോ ഞാനൊരു വീഡിയോ ഇട്ടാ കണ്ട ഒന്നുമില്ലാതെ അപ്സര അങ്ങനെ പറയില്ല എന്നൊരു വിഭാഗം. ചില ആൾക്കാർ ഇവന്റെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവൻ ആർട്ടിസ്റ്റ്, ഇവര് മുമ്പ് ഇരിക്കുന്ന ആൾക്കാരോട് പെരുമാറുന്ന വിഷ്ണുവിനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരും വരും, എന്നെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരും വരും. നമ്മളിത് അല്ലാതെ തെളിയിക്കാൻ കാണിക്കുന്ന ഒരു ചില ആൾക്കാർ ഇഗ്നോർ ചെയ്യും. എന്നെ പോലെ ചിലപ്പോൾ ഞാൻ കരയുമായിരിക്കും, പട്ടിണി കിടക്കുമായിരിക്കും, ഉറങ്ങാതിരിക്കുമായിരിക്കും, ഭ്രാന്തെടുത്ത് നടക്കുമായിരിക്കും, ട്രോമ അനുഭവിക്കേണ്ടി വരുമായിരിക്കും, അത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചില ആൾക്കാർ ഇതേപോലെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നിട്ട് ഒരാഴ്ച അവർ എൻ്റെ പിന്നാലെ നടക്കും. പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അത് ഭയങ്കര ഭീകരമായിട്ടുള്ള. എനിക്ക് ജനങ്ങളോട് പറയാനുള്ള, നിങ്ങൾ മീഡിയയിൽ വരുന്ന എല്ലാം വിശ്വസിക്കരുത്, എല്ലാം സത്യമല്ല. അത് എന്താണ് എന്നറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ജഡ്ജ് ചെയ്യുക. നിങ്ങൾ അതിനുശേഷം ഒരു കമന്റ് ഇടുക. ഒരു കാര്യം കണ്ട ഉടനെ നിങ്ങൾ അതിനെതിരെ അവരെ അമ്മയെ വിളിക്കുന്നു, അച്ഛനെ വിളിക്കുന്നു, വീട്ടുകാരെ പറയുന്നു, കുടുംബക്കാരെ പറയുന്നു, ശപിക്കുന്നു. പിന്നെ കുറേ മീഡിയാസ് ഉണ്ട് കേട്ടോ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. മീഡിയാസിന്റെ അടുത്ത് പോലും ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ പേഴ്സണൽ ഒരു സ്പേസിൽ പോലും ഞാൻ മീഡിയാസിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരു മീഡിയ പേഴ്സണിന്റെ അടുത്ത് പോലും മാറി നിൽക്കുന്നു പറഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ കണ്ടാൽ അറിയാം എത്ര മീഡിയയിലാണ് എനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ ന്യൂസ് വരുന്നത്. എത്ര മീഡിയാസിൽ ഞാൻ അതിൽ കണ്ടിട്ടുള്ള എനിക്ക് മനസ്സിലാവാത്തൊരു ഏരിയ, അപ്സര ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കുകയാണെങ്കിലും ഭർത്താവ് എവിടെ, ഭർത്താവിനെ കൊണ്ടുവന്നില്ലേ, ഭർത്താവിന് സുഖമാണോ, ഇതൊന്നും അപ്സരയോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതല്ല. എന്ത് കാര്യം പറഞ്ഞാലാണോ ആൾക്കാരിലേക്ക് കോൺട്രവേഴ്സി കൊണ്ടുവരാൻ പറ്റുന്നത് അത് ചോദിക്കും. ഇപ്പൊ എന്നോട് നേരിട്ട് ചോദിക്കാൻ വെച്ചു, എനിക്ക് ഒരു പരിധി വരെ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറയും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ പറയുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ വെറുതെ ക്യാപ്ഷൻ വെച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം നമ്മളോട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിന്നോയുടെ ഒരു ന്യൂസ് വന്ന സമയത്ത് ഒരു ലേഡി, പുള്ളിക്കാരത്തി ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിക്കാരി എന്നെ വിളിച്ചു. പുള്ളിക്കാരിന്റെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരോട് എന്തോ ഒരു ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യണേ തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ കാണിച്ചൊരു വലിയ മാന്യത എന്താണെന്നറിയോ, പുള്ളിക്കാരി എന്നെ ഡയറക്റ്റ് വിളിച്ചു, അപ്സര നമ്മളിങ്ങനെ ന്യൂസ് അറിഞ്ഞു, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമ്മൾ എൻ്റെ പൊന്നു ചേച്ചി, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ അമ്മ എൻ്റെ വീട്ടുകാർ, ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാർ ശരി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവരെ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. എത്രയോ ആൾക്കാർ ഇത് ചോദിക്കാതെ അറിയാതെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എൻ്റെ പേര് ഉപയോഗിച്ച് അവരുടെ ഇഷ്ടപ്രകാരം ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് അവർ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇതിനെതിരെ ഒരു മാറ്റം അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് എനിക്കാന്ന് വെച്ചോ, ഇപ്പൊ നാളെ വിഷ്ണു ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ, ഇന്ന് വിഷ്ണു ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് വിഷ്ണു ഇത് പോവും. വിഷ്ണു അത് ചിലപ്പോൾ പൈസ കിട്ടി വിഷ്ണു ജീവിക്കും. ചിലപ്പോൾ നാളെ വിഷ്ണുവിന്റെ മകനോ മകളോ ആയിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ അഭിനയിക്കാൻ വരുന്നത്, അതായത് ആർട്ടിസ്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ വരുന്നത്. ഇതേ കാര്യം വിഷ്ണുവിന്റെ മകളും അനുഭവിക്കേണ്ടി വരും, അമ്മയും മകനും അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതേപോലെ ന്യൂസുകൾ ഇടുന്ന ആൾക്കാരുടെ വീട്ടുകാരെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇന്ന് അവര് ചെയ്തു വെക്കുന്ന ഒരു സാധനം നാളെ അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ മക്കളടക്കം അവരുടെ തലമുറ അടക്കം ഇനി വരാൻ പോകുന്ന ഒരു ആൾക്കാരാണ്, ഒരു ജനറേഷനാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മാറണം. നിങ്ങൾ ഇപ്പം നല്ല വാർത്തകൾ പറഞ്ഞു, എനിക്കൊരു 12 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് അറിയാം? ഞാൻ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്, ആരെയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോയിരുന്നു ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോയി, അതൊക്കെ ലോകത്തോടെ എല്ലാവർക്കും അറിയാം. എനിക്കറിയാത്ത കാര്യങ്ങൾ വരെ ഈ ലോകത്തോടെ എൻ്റെ അടുത്ത് വരെ ചോദിക്കണം, പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ലേ, ജോലിക്ക് ജോയിൻ ചെയ്തില്ലേ? ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടില്ല. എൻ്റെ ഫാദർ പോലീസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി എനിക്ക് കിട്ടും, ഭാവിയിൽ മേ ബി കിട്ടും, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാർ അത് സ്ഥാപിച്ചിട്ടുണ്ട്. ചിലപ്പം വേറെ മറ്റേ കല്യാണം കഴിച്ചല്ലേ, അല്ലെങ്കിൽ മറ്റേ ഡിവോഴ്സ് ആയല്ലേ. ഞാൻ പോലും ഇതുവരെ സംഭവിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ആൾക്കാരോട് മീഡിയയിൽ വരുന്ന എല്ലാം സത്യമല്ല. സത്യം അറിഞ്ഞിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യാം. ഈ ഭർത്താവിനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചൊടിപ്പിക്കാറുണ്ടോ? ഉള്ളിൽ ദേഷ്യം എന്നിട്ട് അത് അമർത്തിയിട്ട് ചിരിച്ചിട്ടാണോ മറുപടി പറയുന്നത്? ഇല്ല, എന്റെ അടുത്ത് അത് ഭർത്താവിനെ കുറിച്ചല്ല, എന്തിനെ കുറിച്ചാണെങ്കിലും ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ഞാൻ അതിന് എനിക്കറിയാം അവരെന്തുകൊണ്ടാണ് അറിയാം. അപ്പൊ ഞാൻ അതിന് തിരിച്ച് അതുപോലെ മറുപടി ഞാൻ തിരിച്ചു കൊടുക്കും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുമ്പോൾ
ഇപ്പൊ ഇത് ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി തന്നെ പറയാറുണ്ട്. അല്ലാതെ ഒരിക്കലും ഞാൻ അയ്യോ അവരെന്നെ തെറ്റിദ്ധരിക്കും അല്ലെ അവരെന്നെ വേറെ മോശമായിട്ട് ജഡ്ജ് ചെയ്യും, ഞാൻ അങ്ങനൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. മറുപടി പറയാനടുത്ത് അങ്ങനെ തന്നെ മറുപടി പറയുന്ന ഒരാളാണ്. നമ്മൾ നേരത്തെ വിവാഹത്തെ പറ്റി പറഞ്ഞല്ലോ, ഈ കുറെ ആളുകൾ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് രണ്ടാൾക്കാർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ഒരു 6 മാസമെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ നല്ലതാണ്. കോമ്പാക്റ്റബിലിറ്റി നോക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, ഇതിന് മറ്റ് ഇപ്പൊ അതിന് സെക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആംഗിളിൽ കാണാതെ രണ്ടാൾക്കാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരെങ്ങനെയൊക്കെ ഒരുങ്ങേണ്ടതെന്ന് ഈ 6 മാസത്തിൽ തീരുമാനമാവും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്സര ഈ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നത്? ഞാൻ അതാ പറഞ്ഞത്, ഒരിക്കലും നമുക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടം വന്നു അല്ലെ അയാൾ നമ്മുടെ ലൈഫിലേക്ക് എടുത്ത നല്ലതായിരിക്കും, അയാൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ പാർട്ട്ണറായിട്ട് ഉണ്ടായാൽ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉടനെ പോയി ഒരു കല്യാണം നടത്തി കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഞങ്ങളൊരു 6 മാസം ഒരുമിച്ച് ജീവിക്കണം എന്ന് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഒന്നുമില്ല. അവരെ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം വളരെ ജെന്യുവൻ ആയിട്ട് പറയാം, ഇന്ന് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് സ്നേഹിച്ച് അവരുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും നമുക്കൊരു നെഗറ്റീവ് ലൈക്ക് ഒരു വൈബ് തോന്നിയാൽ നമ്മളെപ്പോ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ, നാളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാറും, മാറ്റിയെടുക്കാം നമുക്ക്. ഒരിക്കലും മാറില്ല. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടർ അവരിൽ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിന് ശേഷം അത് കൂടുകയുള്ളൂ. എന്റെ സ്വന്തമാവാത്ത ആളോട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായി കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസിയും സ്വാതന്ത്ര്യവും കൂടുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും കുറയില്ല. അപ്പൊ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കൊരു പാർട്ട്ണറെ ഇഷ്ടപ്പെട്ടു, അയാളുടെ കുറേ ക്വാളിറ്റീസ് ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരൊറ്റ നെഗറ്റീവ് ആയിരിക്കും നമ്മൾ ഏറ്റവും ടോർച്ചർ ചെയ്യുന്നത്. ആ സാധനം കൂടുകയുള്ളൂ, കുറയൂല. അപ്പൊ ആ സമയത്ത് ബൈ പറഞ്ഞു പോവാം. ഒരിക്കലും വിവാഹത്തിന് ശേഷം അവരെ കെട്ടി നേരെയാക്കുക എന്നുള്ളതിന് കുറെ ആൾക്കാർ ചേഞ്ച് ചെയ്യാം, കുറെ മാറ്റം വരുത്താം, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും മാറില്ല. നിലവിലുള്ള സാഹചര്യം കൂടുകയുള്ളൂ. നമ്മൾ എന്താണ്, എന്റെ ക്യാരക്ടർ ഇതാണ്, എന്റെ സ്വഭാവം ഇതാണ്, എന്റെ ഇഷ്ടങ്ങൾ ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അതൊരു ഒരു ഫ്യൂച്ചർ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു എല്ലാ രീതിയിലും ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യത്തിലേക്ക് തീരുമാനം എടുക്കാവൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകരുത്. നല്ല സുഹൃത്തുക്കളായിട്ട് കണ്ടിന്യൂ ചെയ്യുക, അല്ലാതെ ഒരിക്കലും ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് വെച്ചിട്ട് എല്ലാ രീതിയിലും നിയമപരമായിട്ട് പോലും അങ്ങനെ ഒരു കാര്യത്തിന് പോകരുത്. ഒരിക്കലും ബിഗ് ബോസ് വല്ലാത്തൊരു വിസിബിലിറ്റി തന്നിട്ടുണ്ട്, ഒരു ഹൗസ് ഹോൾഡ് നെയിം ആക്കി, അതൊക്കെ ശരിയാണ്. ഇപ്പൊ എല്ലാവർക്കും അപ്സര എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ അപ്സര അല്ല, അല്ലെങ്കിൽ സാന്ത്വനത്തിൽ നിന്ന് ബിഗ് ബോസിൽ പോയ അപ്സര അല്ല എന്നൊക്കെ അറിയാം. പക്ഷെ അത് തന്നിട്ടുള്ള ഒരുപാട് മുറിപ്പാടുകളില്ലേ, ഒരുപാട് ട്രോമയില്ലേ, എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് എന്നൊരു ഞാൻ പറഞ്ഞു ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം. ലൈക്ക് അവിടെ നമ്മൾ നമ്മുടെ റിയൽ ആയിട്ട് നിൽക്കുക അല്ലേ, മറ്റതൊക്കെ നമ്മുടെ ക്യാരക്ടറായിട്ട് ആൾക്കാർ നമ്മളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ബിഗ് ബോസ് അങ്ങനെയല്ല. ആസ് എ പേഴ്സൺ ഞാൻ എന്താണെന്ന് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ കുറേ ടാലന്റുകളുണ്ട്, ആൾക്കാർ ഇതുവരെ കാണാത്തൊരു സാധനം, എനിക്ക് അത് അവിടെ കാണിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലൈൻഡായിട്ട് പോയ ഒരാളാണ് ഞാൻ. ഒട്ടും എൻ്റെ ലൈഫിൽ ഒന്നും ഞാൻ നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം, അവിടെ പോയി ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളേ അല്ല ഞാൻ. അതെൻ്റെ ഒരു നെഗറ്റീവാണ്. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. ഇപ്പം ഒഴുക്കിനൊത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പക്ഷെ അത് ഒട്ടും നമുക്കൊരു നല്ലത് കിട്ടില്ല. നമ്മൾ ലൈക്ക് ഇപ്പം ബിഗ് ബോസിൻ്റെ ഒരു സാധനം പോകുമ്പോൾ അങ്ങനെ വലിയ പുറത്തുനിന്ന് എനിക്ക് വലിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഒരാളല്ല ഞാൻ. PR ആണെങ്കിലും ലൈക്ക് ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലാണെങ്കിലും ഫാമിലിയുടെ ഇടയിലാണെങ്കിലും ഞാനിപ്പോ അവിടെ പോകും, ഞാൻ എന്ത് ചെയ്താലും എന്നെ കട്ട സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ഓഡിയൻസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഒരാളല്ല ഞാൻ. കണ്ടത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്ലാറ്റ്ഫോം, എന്റെ ടാലന്റുകൾ എനിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അവിടെ പോവാ, പെർഫോം ചെയ്യാൻ പറ്റുന്നിടത്തോളം നിൽക്കുക, തിരിച്ചു വരിക, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് പോയ ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ പോയി എന്നെ ആൾക്കാർ ലൈക്ക് അവിടെ കൂടെ ഉള്ള കോ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ലൈക്ക് നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ലാലേട്ടൻ നമ്മുടെ വീക്കെൻഡിൽ വന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു ഇമ്പാക്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഓഡിയൻസിന് പുറത്ത് എങ്ങനെയാണ് നമ്മളോട് എഴുതുന്നത്, നമുക്കത് മനസ്സിലാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ബെസ്റ്റ് ക്യാപ്റ്റൻ ഇത് കിട്ടുക, എനിക്ക് തോന്നുന്നു സീസൺ 7 വരെ ആയിട്ട് എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് അങ്ങനെ ബെസ്റ്റ് ക്യാപ്റ്റൻസി അപ്രീസിയേഷൻ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു അവിടെ ഇപ്പം ബിഗ് ബോസിൽ തന്നെ ഷോയിൽ തന്നെ എന്തെങ്കിലും ഒരു മെയിൻ സാധനം വന്നാലും നമ്മളെ വിളിച്ചിട്ടായിരിക്കും അത് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ അവര്. അപ്പം ഞാൻ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഇത് ജനങ്ങളും കാണുന്നുണ്ടല്ലോ,
ഈവൻ ഇപ്പൊ എന്റെ ആക്ടിങ് സ്കില്ലാണെങ്കിലും ഇപ്പൊ ഡാൻസ് ചെയ്യാനുള്ളൊരു കഴിവാണെങ്കിലും സംസാരിക്കാനുള്ളൊരു കഴിവാണെങ്കിലും ഇപ്പൊ ഗെയിംസിൽ ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും സ്പോർട്സ് പരമായിട്ടാണെങ്കിലും നമുക്കുള്ളൊരു ടാലന്റ് ഒക്കെ ആൾക്കാരിലേക്ക് എത്തിയല്ലോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് എന്റെ റിയൽ ക്യാരക്ടർ അല്ല, കുറച്ചും കൂടി ഞാനൊന്ന് ഡ്രാമ ആക്കി സ്ട്രാറ്റജി വെച്ച് ആൾക്കാരിൽ എന്ത് കാണിച്ചാലാണോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് ഞാൻ അവിടെ പോയി എനിക്ക് കുറച്ച് ഒരു 50 വയസ്സുടെ കുറവുണ്ടല്ല, ഞാൻ അവിടെ പോയി ജീവിക്കുകയായിരുന്നു. അത് പിന്നെ എൻ്റെ ലോകമായി. ലൈക്ക് എനിക്ക് ആ വീട് ഞാൻ പറഞ്ഞു, ഞാൻ കുറേ സങ്കടമുള്ളൊരു സമയത്തായിരുന്നു, കുറേ ഭയങ്കര ബുദ്ധിമുട്ടായി പണ്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ബിഗ് ബോസ് വരുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനകത്ത് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ചെയ്യുന്ന ഓരോ ജോലികളും ഞാൻ ഭയങ്കര ഹാപ്പിയോടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പോലും അറിയാതെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞാൻ അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തൊരു സംഭവമുണ്ട്. എൻ്റെ 100% എഫേർട്ട് ഞാൻ അവിടെ ഇട്ട് നിന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും. പക്ഷെ അതിലൊരു 50% പോലും ജനങ്ങൾ കണ്ടിട്ടില്ല. ഈവൻ അവിടെ പെർഫോം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവിടെ എന്തെങ്കിലും ഇപ്പൊ സ്പെഷ്യലായിട്ട് വരുന്ന കുറെ പെർഫോമൻസുകളിൽ ഇപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സ്കിറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസ് ആണെങ്കിലും ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ള, ഞാൻ അവരെ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഔട്ട് മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ അതിന്റെ പിന്നിൽ എടുത്ത എഫേർട്ട് പുറത്ത് വന്നിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. ഈവൻ ഒരു പർട്ടിക്കുലർ സമയം എത്തിയപ്പോൾ പുറത്ത് കോൺട്രവേഴ്സി ആയ സാധനങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാരെ അവിടെ ലൈക്ക് ഇപ്പം നിങ്ങളെ കാണിച്ചാലേ നിങ്ങൾ കാണുള്ളൂ. അപ്പൊ കുറെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ചോദിക്കും, ഒരു കുറച്ച് സമയം വരെ നീ ആയിരുന്നു അത് ഭയങ്കര രസമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്, നമ്മളെല്ലാം വിചാരിച്ചു നീ ഇതാവുന്നു, പിന്നെ എവിടെ പോയി? ഈ ക്വസ്റ്റ്യൻ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ പിന്നെ അവിടെ ഒന്നും ചെയ്യാത്തെന്താ? അങ്ങനെ ചെയ്യാത്തോണ്ടല്ല. ഇപ്പൊ 50 ദിവസം ചെയ്ത ഞാൻ 51ാമത്തെ ദിവസം ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണ് ചെയ്യാണ്ടിരിക്കുക? 50 ദിവസം ചെയ്ത ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മാറൂല, 51 ദിവസം ചെയ്യും. പക്ഷെ ആ ചെയ്യുന്ന കാര്യം പുറത്ത് വരണം. അങ്ങനെ വന്നിട്ടില്ല. പിന്നെ തൻ്റേതല്ലാത്ത കാരണത്താൽ പുറത്താൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു ട്രോമ കാരണം എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്ത് അവിടെ പോയ ഒരു, ഞാൻ എപ്പോഴും അങ്ങനെ എൻ്റെ കാര്യത്തിൽ ഞാൻ ബിഗ് ബോസിനെ കുറിച്ചാണ് ഒരു കുഞ്ഞുകുട്ടി, അവർ കുറേ സാധനം ഇങ്ങനെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഒരു വേറൊരു ലോകത്ത് വേറൊരു പ്ലാനറ്റിൽ ചെന്ന് എത്തിപ്പെടും. അവിടെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അവരുടെ സകലതും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കും. അവരുടെ ടൈമും അവരുടെ എഫേർട്ടും ഒക്കെ അവർ 100% കൊടുത്ത് നിൽക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ സമയത്തും ആ സമയം കഴിഞ്ഞു, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്ന് ഒന്നും ഇല്ലാണ്ടിങ്ങനെ ലൈക്ക് പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ ഇറങ്ങി പുറത്തു വരുന്നു. പുറത്തെത്തുമ്പോൾ അതിനകത്തുണ്ടായതിനേക്കാൾ വളരെ ഭീകരമായ ഒരു അവസ്ഥ പുറത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ അവിടെ പോയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ ലൈഫിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതിന് ഭയങ്കര ഭീകരമായി ബാധിക്കുന്നു. ഡിപ്രഷൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അയ്യോ, ഒരു സ്റ്റിൽ ഇപ്പോഴും അതിന്റെ കുറെ ആഫ്റ്റർ എഫക്ട്സുകൾ എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാ, ആദ്യത്തെ ഒരു വർഷം ഞാൻ എങ്ങനെ കടന്നുപോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ വളരെ ഇപ്പൊ എന്താ ജീവിതം? അങ്ങനെയൊക്കെ പോണു. മനസ്സമാധാനമുണ്ടോ? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച നമ്മൾ സ്വപ്നം കണ്ട ഒന്നും നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം കിട്ടൂല, ഒരിക്കലും കിട്ടൂല. പക്ഷെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കുഴപ്പമില്ല. നമുക്കിപ്പോ എന്താ പറയാ, കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഒത്തിരി കരിയറിൽ? ഒത്തിരി എനിക്കൊരു ഫാമിലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, കുട്ടികൾ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, ഒത്തിരി ആൾക്കാർ എപ്പോഴും കൂടെ വേണം എന്നാകെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ആക്ടിങ്ങിൽ തന്നെ ഇപ്പം എൻ്റെ കരിയറിൽ തന്നെ സിനിമ ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കണം, അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ മേ ബി ചിലപ്പം വിധിയായിരിക്കാം, അങ്ങനൊന്നും ഇതുവരെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? ശ്രമങ്ങൾ ഞാൻ പറയില്ല, ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, സമ്പാദിച്ചതൊക്കെ എവിടെയൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെ അങ്ങ് പോയി. എന്നെ കുറിച്ച് ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയിട്ടില്ല, എൻ്റെ കരിയർ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. എന്നെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര വർഷം. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ ആൾക്കാർ കുറ്റം പറയുന്നു, കുറെ സങ്കടം, കുറെ വിഷമം, കുറെ പ്രശ്നങ്ങൾ. അതിനിടയിൽ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ലൈക്ക്
ഉണ്ടായ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഭയങ്കര നഷ്ടങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്തൊക്കെയോ നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ വേണം ലൈഫിൽ. ഭയങ്കരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേ ഒരിക്കലും നമ്മളൊരു ഗോ വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകരുത്. ഒരിക്കലും നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു 16 ഒരു 19 വയസ്സ് വരെ നമ്മൾ എന്താവണം ലൈഫിൽ എന്നൊരു പ്ലാൻ വേണം. അങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ അവർക്ക് നെഗറ്റീവിലൂടെ വളരെ മോശമായിട്ടൊക്കെ ചിലപ്പം ആൾക്കാർ പറയുമായിരിക്കും. പക്ഷെ നാളെ അവർ സക്സസ് ആവുമ്പോൾ ഈ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ അവരൊപ്പം നിൽക്കും. എത്രയോ ആൾക്കാർ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൺമുന്നിലുണ്ട്. ഈവൻ മീഡിയയിൽ തന്നെ, സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു 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 പരിധി വരെ അവരെ തെറി വിളിക്കും, കുറ്റം പറയും. അതേ ആൾക്കാർ തന്നെ നമ്മൾ പിന്നെ നോക്കുമ്പോൾ അവരെ ലൈക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ കൺമുന്നിലുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ആരെയും ദ്രോഹിക്കാതെ ഇങ്ങനെ അങ്ങ് പോയ ആൾക്കാരായിരിക്കും ഏറ്റവും മോശം അവസ്ഥയിലേക്ക് സമൂഹത്തിന് മുമ്പിൽ നാളെ എത്തിപ്പെടുക. നമ്മൾ നാളെ എന്താവണം, അത് എന്ത് ചെയ്താ ആരും ദ്രോഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരെന്ത് പറഞ്ഞാലും നമ്മളെ വിഷയമല്ല. നമുക്കൊരു എയിം ഉണ്ട്, നമ്മൾ അവിടെ എത്തണം. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സക്സസ് ആവുന്നത്. അല്ലാതെ വേണ്ട, അങ്ങനെ ആരെയും ഒന്നും പറയിപ്പിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ലൈഫിൽ അങ്ങനെ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ തോന്നാറുണ്ടോ ഇടയ്ക്ക് ഞാൻ ലൈഫിൽ സീറോ ആയി പോയോ അങ്ങനെയൊക്കെ തോന്നലുണ്ട്? സീറോ ആയോന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ലൈക്ക് എന്തൊക്കെയോ നേടിയിട്ടില്ലേ ഞാൻ. കാരണം അങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ട് പോലും ഇന്ന് ഇപ്പൊ ഞാൻ ഒരു പുറത്തിറങ്ങുമ്പോ അതെനിക്ക് സ്വയം ഞാൻ ഏൺ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പം എനിക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ ഒരുപാട് ഇതുണ്ടാവൂലായിരിക്കാം, ചിലപ്പം ഞാൻ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ടാവൂലായിരിക്കാം, വലിയ ക്യാരക്ടർ. പക്ഷെ എന്നാലും അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു ബാക്കിൽ ഒരു ഇതില്ലാതിരുന്നിട്ട് പോലും ഇന്ന് ഞാൻ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങുമ്പോൾ 100 പേരുടെ ഇതിൽ 10 പേരെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമല്ലേ വിഷ്ണു? കാരണം ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ വീട്ടുകാർ തന്നെ, അവർ ചെയ്തില്ലെങ്കിൽ അവരുടെ വീട്ടുകാർ തന്നെ അവർക്ക് വേണ്ടി ഒരു പേജ് ഉണ്ടാക്കുന്നു, അതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരെ കണ്ടക്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവരിങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരു കുറേ ആൾക്കാർ ബാക്കിലുണ്ട്, ഒരു ബാക്ക് സപ്പോർട്ട് എന്ന രീതിയിലുണ്ട്. എന്നെ സംബന്ധിച്ച് 0% ലൈഫിലുള്ള ഒരാളാണ് ഞാൻ. ആ കാര്യത്തിൽ ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാളാണ്. സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല, എൻ്റെ 8ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിക്കുന്നത്, പിന്നെ അമ്മയും ചേച്ചിയും ഞാനും മാത്രമായിട്ടുള്ള ലോകം. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ, ഇപ്പൊ എനിക്കൊരു സീരിയൽ അഭിനയിച്ചു, എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് ലൈക്ക് അങ്ങനൊരു എൻ്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും ചിലപ്പോൾ എന്നെ അന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇന്ന ആൾ, എൻ്റെ മോൾ, അല്ലെങ്കിൽ എൻ്റെ സഹോദരി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്, അങ്ങനെ ഇവരെ നമ്മളിങ്ങനെ നാളെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല, കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇതുവരെ എത്തിയില്ലേ? മേ ബി ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ആയനെ. ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, മോർഗൻ ഫ്രീമാൻ എന്നൊരു നടനുണ്ട്, അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടുന്ന 54ാമത്തെ വയസ്സിലാണ്. അല്ലെങ്കിൽ തിലകൻ സാർ അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്നത് 50ാമത്തെ വയസ്സിലാണ്, അല്ലെങ്കിൽ സത്യൻ സാർ കരിയർ തുടങ്ങുന്നത് 41ാമത്തെ വയസ്സിലാണ്. സോ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഡെഫിനറ്റ്ലി നല്ല സമയങ്ങൾ ഉണ്ടാവട്ടെ, ചിരിച്ച മുഖത്തോടെ എപ്പോഴും കാണാൻ പറ്റട്ടെ. റിലേഷൻഷിപ്സ്, വിവാഹം, ചെറിയ പ്രായം, ആ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, അതിനെ നേരിട്ടതൊക്കെ പറഞ്ഞത് വളരെ വലിയ ഇൻസൈറ്റ് ആണ് തന്നത്. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു വിഷ്ണു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.